നമസ്കാരം, എല്ലാവർക്കും എൻ്റെ ഈ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങളുടെ ബാക്കിൽ കാണുന്ന ഏകദേശം നമ്മുടെ കൊല്ലം നഗരത്തിൻ്റെ ഒരു വ്യൂ ആണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു കെട്ടിടത്തിൻ്റെ 9ാം നിലയിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മുകളിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ നല്ലൊരു വ്യൂ കിട്ടുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ എന്താണ് എവിടെയാണ് എന്ന് നിങ്ങളെ ചിന്തിച്ച് കാണും. ഞാനിപ്പം നമ്മുടെ കൊല്ലം ജില്ലയിലെ ബെൻസിയർ ഹോസ്പിറ്റൽ, കൊല്ലം ജില്ലയിലുള്ളവർക്ക് ഒരുവിധപ്പെട്ടവർക്ക് അറിയാവുന്നൊരു ഹോസ്പിറ്റലാണ്. നമ്മുടെ ചിന്നക്കടയിൽ തന്നെയുള്ള ബെൻസിയർ ഹോസ്പിറ്റലാണുള്ളത്. അപ്പം ഇവിടെ വന്നേക്കുന്നതെന്ന് വെച്ചാൽ എനിക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളായിട്ടൊന്നും വന്നതല്ല. അപ്പം ഞാൻ ഇടുക്കിയിലായിരുന്നല്ലോ. അപ്പം ഞാൻ ഈ കഴിഞ്ഞ 9ാം തീയതി നാട്ടിലെത്തി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ പല വീഡിയോസിലും നിങ്ങളടുത്ത് ഷെയർ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഷെയർ ചെയ്തിട്ടുണ്ട്. എൻ്റെ അച്ഛനും അമ്മയും മരിച്ചുപോയ കാര്യമൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്നെ വളർത്തി വലുതാക്കിയ എനിക്കൊരു കൊച്ചച്ഛനുണ്ട്, അതായത് എൻ്റെ അച്ഛൻ്റെ ബ്രദർ. അപ്പം ഞാൻ അച്ഛാന്ന് തന്നെയാണ് വിളിക്കുക. അതായത് എൻ്റെ അച്ഛൻ എൻ്റെ 8 വയസ്സിൽ മരിച്ചു പോയതാണ്. അത്രയും ചെറുപ്പം, എൻ്റെ അത്രയും കുഞ്ഞിനെ മരിച്ചു പോയതാണ് അച്ഛൻ. അപ്പം അത് കഴിഞ്ഞിട്ട് ഞങ്ങളെ നന്നായിട്ട് നോക്കി വളർത്തിയ ഒരാളാണ് ഞങ്ങളുടെ കൊച്ചച്ഛനെന്ന് പറയുന്നത്. അച്ഛാന്ന് തന്നെയാണ് ഞാൻ വിളിക്കുന്നത്. അനു എന്നാണ് പേര് കേട്ടോ, അനു. അപ്പം കുറച്ച് നാളുകൊണ്ട് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, ഹെർണിയയുടെ. അപ്പം കുറച്ച് മാസങ്ങൾക്ക് മുമ്പേ ഹെർണിയ സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പം അങ്ങോട്ടേ ഞാൻ ഹോസ്പിറ്റലിൽ വിളിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് ജോലി കിട്ടുന്നതിന് മുമ്പേ സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പം അങ്ങോട്ടേ ഞാൻ ഹോസ്പിറ്റലിലൊക്കെ വിളിക്കുന്നുണ്ടായിരുന്നു വരാനായിട്ട്. പുള്ളിക്കാരെ വരാൻ റെഡിയായില്ല. കാരണം എൻ്റെ തിരക്കുകൾ കാരണം എനിക്ക് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലൊന്നും കൊണ്ടുപോകാനുള്ള, അതല്ല നമ്മൾ വിചാരിക്കുന്ന എളുപ്പത്തിൽ അവിടെ നടന്നു കിട്ടാൻ പാടായതുകൊണ്ട് എനിക്ക് അങ്ങോട്ട് കൊണ്ടുപോകാനുള്ള ഒരു സാഹചര്യം ഇല്ലാത്തത് കൊണ്ടും പിന്നെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പൈസ ഒരുപാടാവും എന്നുള്ള ഇതുള്ളത് കൊണ്ടും പുള്ളിക്കാരൻ പിന്നീടാവട്ടെ എന്നും പറഞ്ഞ് മാറ്റി വെച്ചുകൊണ്ട് പോയി. അവസാനം അത് ഇമ്മീഡിയറ്റായിട്ട് സർജറി ചെയ്യേണ്ട ഒരു അവസ്ഥയിലോട്ട് വന്നെത്തി. അപ്പം ഞാൻ വന്നതേ ഇദ്ദേഹത്തെ എത്ര വട്ടം വിളിച്ചാലും വരാൻ കൂട്ടാക്കിയിരുന്നില്ല. അപ്പോൾ ഞാൻ എന്തായാലും ഈ പ്രാവശ്യം എനിക്കിപ്പോൾ ഒരാഴ്ചയോളം 2 ദിവസം വർക്കിംഗ് ഡേ വരുന്നുണ്ട്. 2 ദിവസത്തെ ലീവും കൂടെ എടുത്തിട്ട് ഒരാഴ്ച ലീവിലാണ്. അതായത് ബുധനാഴ്ച തിരിച്ച് വിഷുവിൻ്റെ അന്ന് 15ാം തീയതി ഉച്ചയ്ക്ക് തിരിച്ച് പോകണമെന്നുള്ള ധാരണയിലാണ് ഞാൻ വന്നത്. അപ്പോൾ എന്തായാലും ഇന്നലെ തന്നെ ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. പെൻസിയറിൽ കൊണ്ടുവരാമെന്ന് വിചാരിച്ച് ഇവിടെ തന്നെ കൊണ്ടുവന്നു. ഡോക്ടർ ഒന്ന് കണ്ടതും 2 ഭാഗത്തും ലെഫ്റ്റിൽ ഹെർണിയ തുടങ്ങി അത് നല്ല രീതിയിൽ താഴോട്ടിറങ്ങി വലുതായി, പെയിനും കാര്യങ്ങളും ഒക്കെ ആയി. ഇനി അടുത്ത റൈറ്റ് സൈഡിലും കൂടെ അത് ഡെവലപ്പായിട്ട് വരുന്നു, ചെറുതായിട്ട് വന്നു. അപ്പം ചെയ്യുമ്പം രണ്ടും കൂടെ ചെയ്യുന്നതാണ് ബെറ്റർ എന്ന് പറഞ്ഞതുകൊണ്ട് ഇന്നലെ കൊണ്ടുവന്നു. ഇന്ന് സർജറി ഫിക്സ് ചെയ്തു. സർജറി രാവിലെ കയറ്റിയൊരു ഉച്ചയോടുകൂടി കഴിഞ്ഞു. ഇപ്പം അച്ഛൻ ICUവിലാണ്. ഇന്ന് രാത്രി ഫുള്ള് ഒബ്സർവേഷൻ ഇട്ടിട്ട് നാളെ രാവിലെ ഇങ്ങോട്ട് കൊണ്ടുവരുത്തോളൂ എന്ന് പറഞ്ഞു. അപ്പം അതുകൊണ്ട് ഞാനാണ് ഇന്നലെ ഇവിടെ, അച്ഛൻ ഇന്നലെ ഉണ്ടായിരുന്നല്ലോ റൂമിൽ. അപ്പം ഞാൻ ഇന്നലെ ഇവിടെ നിന്നു. ഇനിയിപ്പം ഞാനിവിടെ ഒറ്റയ്ക്കായതുകൊണ്ട് ഇന്ന് ഏട്ടനും കൂടെ ഇവിടെ വന്ന് എൻ്റെ കൂടെ നിൽക്കുമെന്ന് വെച്ചാൽ അച്ഛനെ രാവിലെ അല്ലേ കൊണ്ടുവരുത്തോളൂ. അപ്പം അതുകൊണ്ടാണ് ഹോസ്പിറ്റൽ വാസം വേണ്ടി വന്നത്. അപ്പം ഒരു ഹെൽത്ത് ഇൻഷുറൻസ് അങ്ങനെ എടുത്തു കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഹെർണിയ പോലുള്ള സർജറിക്ക് അതിന് ഒരു ഇത്രയും വർഷത്തെ ഒരിത് വേണം നമ്മൾ ഇൻഷുറൻസ് എടുത്തിട്ടെന്നും പറഞ്ഞതുകൊണ്ട് ഇൻഷുറൻസ് ഒന്നും ഇല്ല. ഫുള്ള് ഹോസ്പിറ്റലിലെ ചിലവും കാര്യങ്ങളും ഒക്കെ ചിലവാക്കുന്നത് കൊണ്ട് പറയുമല്ല കേട്ടോ. പെട്ടെന്ന് നമ്മൾ പ്രതീക്ഷിക്കാന്ന് വെച്ചാൽ ഇത് എന്തായാലും ചെയ്യേണ്ടി വരുമെന്ന് എനിക്കറിയായിരുന്നു. അതുകൊണ്ട് കുറച്ച് കയ്യിൽ നിന്ന് കുറച്ച് ഗോൾഡൊക്കെ പണയം വെച്ച് പൈസയൊക്കെ കണ്ടെത്തി എങ്ങനെയെങ്കിലും എന്ന് വെച്ചാൽ നമ്മൾ വിളിക്കുമ്പോൾ എനിക്കങ്ങ് പ്രയാസമായിരുന്നു. അച്ഛൻ്റെ അടുത്ത് വിളിക്കുമ്പോഴത്തേക്ക് നമുക്ക് പെയിന് കാര്യങ്ങളൊന്നും പറഞ്ഞങ്ങ് വിഷമമായിരുന്നു. അപ്പോഴത്തെ എന്തായാലും ഞാൻ ഈ ഇത്രയും ദിവസത്തെ ഗ്യാപ്പിൽ വരുന്ന ഈ ഒരു ഗ്യാപ്പിൽ ചെയ്യാമെന്ന്. പിന്നെ ഇനിയുള്ള വിഷമം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ജനിച്ച് വളർന്ന വീട്ടിൽ പുള്ളിക്കാരെ ഇപ്പോൾ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. അപ്പം നിങ്ങളൊക്കെ ചോദിക്കായിരിക്കും സിസ്റ്റർ എന്ത് ചെയ്യുന്നു, സിസ്റ്ററുമായിട്ട് വലിയൊരു അടുപ്പത്തിലല്ല ഇപ്പം. അപ്പം പുള്ളിക്കാരെ ഇപ്പോൾ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. അപ്പോൾ ഒറ്റയ്ക്ക് താമസിക്കുമ്പോൾ സർജറി കഴിഞ്ഞിട്ടും അവിടെ പോയി ഒറ്റയ്ക്ക് താമസിക്കേണ്ടി വരും. എന്ന് വെച്ചാൽ എനിക്ക് തിരിച്ചു പോവാതിരിക്കാനായിട്ടൊരു നിവൃത്തി ഞാൻ കാണുന്നില്ല. കാരണം പ്രവേശം പീരീഡ് ആയതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു ധർമ്മസങ്കടത്തിലാണ് ഞാൻ ഇരിക്കുന്നത്. ഇതിൽ കൂടുതൽ ലീവ് ചോദിക്കാനും എനിക്ക് പറ്റത്തില്ല.
അപ്പോൾ എന്തായാലും 15-ാം തീയതി ഉച്ചയോടുകൂടി എനിക്ക് തിരിച്ചു പോകേണ്ടി വരും. പിന്നെ എൻ്റെ കൂടെ ഏട്ടനും മോനും വരുമോ എന്നുള്ള കാര്യത്തിലും എന്ന് വെച്ചാൽ ഇവിടെ ആരും ഇല്ലാതെ ഒറ്റയ്ക്ക് അങ്ങനെ ഇട്ടിട്ട് പോകുന്നതും നമുക്ക് പറ്റാത്തൊരു കാര്യമല്ലേ. അപ്പം അത് വിഷമോ അവിടെ പോയി കിടന്ന് പിന്നെ ഞാൻ വിഷമിക്കും. അതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം തീരുമാനിച്ച് വെച്ചേക്കുന്നത് ഏട്ടനും മോനും ബുധനാഴ്ച എൻ്റെ കൂടെ വരാതെ ഞാനങ്ങ് പോകാനായിട്ടാണ് ഇടുക്കിയിൽ. അല്ലാതെ വേറെ നിവർത്തിയൊന്നും കാണുന്നില്ല. പിന്നെ ഇപ്പം താമസിക്കുന്ന വീട് എന്താണ് കുറച്ചുകൂടെ ഒന്ന് ക്ലീൻ ചെയ്തൊക്കെ ഇട്ട് കൊടുത്ത് എന്താണ് മനുഷ്യൻ്റെ ഓരോ അവസ്ഥകളാണ് നമ്മൾ ഓരോ. പക്ഷേ ഇപ്പം എൻ്റെ അച്ഛൻ ലക്കിയാന്നേ ഞാൻ പറയത്തുള്ളൂ. കാരണം ഞാനുള്ളത് കൊണ്ട് അദ്ദേഹത്തിന് എന്താണ് ഇങ്ങനെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കാൻ ആളുണ്ട്. ഇങ്ങനെ പോലും ചെയ്തു കൊടുക്കാൻ ആളില്ലാത്ത എത്രയോ മനുഷ്യർ ഈ ലോകത്തുണ്ട്. അതുകൊണ്ട് എൻ്റെ അച്ഛൻ ലക്കിയാന്നേ ഞാൻ പറയത്തുള്ളൂ. പിന്നെ ഒറ്റയ്ക്ക് ഞാനിപ്പം ഈ ഒരു ജില്ലയിൽ ഇല്ലാത്തത് വേറൊരു ജില്ലയിലായതുകൊണ്ട് ഒറ്റയ്ക്ക് സർജറി കഴിഞ്ഞ് കുറച്ച് നാൾ കിടക്കേണ്ടി വരും. ആ ഒരു മനപ്രയാസമുണ്ട്. അല്ലെങ്കിൽ പിന്നെ ഒരാളെ വെച്ച് കൊടുക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യണം, സഹായത്തിനായിട്ട് കാണാം. അതെല്ലാം നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ ചെയ്യാവുന്നതേ ഉള്ളൂ. എന്നാലും എനിക്കത് നിന്ന് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം ആകുമ്പോൾ അതിൻ്റെ ഒരു വിഷമമുണ്ട്. എന്ന് വെച്ചാൽ നമ്മളെ അച്ഛൻ്റെ അമ്മയും ഒക്കെ മരിച്ചു കഴിഞ്ഞിട്ടും നമ്മളെ കൂടെ നിന്ന് നമ്മളെ വളർത്തിയ ഒരാളോ അങ്ങനെ ഒരിക്കലും അച്ഛൻ തന്നെയാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് ഒരിക്കലും എന്താണ് എനിക്ക് അത്രത്തോളം ഇമോഷണലി അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരാളാണ്. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും ഇമോഷണലി അറ്റാച്ച്ഡ് ആയിട്ടുള്ളത് എൻ്റെ ഏട്ടനും മോനും അച്ഛനുമാണ്. അപ്പം ഇവർ 3 പേരുടെയും ഒരു സർക്കിളിലാണ് എൻ്റെ ജീവിതം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇവർ 3 പേര് ഹാപ്പി ആണെങ്കിൽ ഞാനും ഹാപ്പി ആയിരിക്കും. അപ്പം അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നൊരു ജീവിതം. അപ്പം എന്താണ് ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ പറയുമ്പോൾ തന്നെ നമുക്ക് വിഷമമാണ്. അപ്പോൾ ഈ ഹെർണി ഇങ്ങനെ കൂടിയെന്ന് ഭയങ്കര വേദന, നടക്കാൻ വയ്യ, എടുക്കാൻ വയ്യ എന്നൊക്കെ പറയുമ്പം ഞാൻ മാക്സിമം എനിക്ക് ജോലി കിട്ടുന്നതിന് മുമ്പ് ഞാൻ പറയുമായിരുന്നു, എനിക്ക് ജോലി കിട്ടിക്കഴിഞ്ഞാൽ പ്രവേശനമൊക്കെ ആയിക്കഴിഞ്ഞാൽ എനിക്ക് പാടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ കയ്യിൽ നിന്ന് പൈസ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഡിസ്ട്രിക്റ്റിൽ പോവുക, അവിടെ പോവുക, ഇവിടെ പോവുക. പക്ഷേ നമ്മൾ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ കുറച്ച് പറയുകയല്ല, ഡിസ്ട്രിക്റ്റിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അത്രയും എളുപ്പത്തിൽ പറ്റത്തില്ല. അതായത് എനിക്ക് ലീവും കാര്യങ്ങളും ഒക്കെ ഇന്ന് പോയി കഴിഞ്ഞാൽ അവർ പിന്നീടൊരു ഡേറ്റൊക്കെ ഇട്ട് തരത്തല്ലേ ഉള്ളൂ. പെട്ടെന്ന് സർജറിയും കാര്യങ്ങളൊന്നും നടക്കത്തില്ല. നടക്കും, പക്ഷെ കുറച്ച് കാലതാമസം എടുക്കും. അപ്പോൾ അതെൻ്റെ ലീവ് ഇഷ്യൂ ആയിട്ട്, അതായത് ഹോസ്പിറ്റലിൽ നിൽക്കാനായിട്ട് എനിക്ക് പറ്റാത്ത സാഹചര്യം വരും. അങ്ങനെയൊക്കെ ആലോചിച്ചപ്പോൾ നമുക്ക് പ്രൈവറ്റ് ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷനേ ഉള്ളായിരുന്നു. അതുകൊണ്ട് ഇത് തിരഞ്ഞെടുത്തു. പിന്നെ എന്താണ് പൈസ കണ്ടെത്തുക എന്നുള്ളത് നമ്മളിപ്പം ഞാൻ ഈ നേരത്തെ പണയത്തിലായിരുന്ന കുറേ സ്വർണം ക്ലാസ് എടുത്തും പിന്നെ ഇപ്പോൾ ജോലി കിട്ടിയപ്പോഴും ഒക്കെ തിരിച്ചെടുത്ത് വെച്ചതുകൊണ്ട് ഈ സമയത്ത് അത് ഉപയോഗിക്കാനും പറ്റി. അപ്പം കുഴപ്പമില്ല. ഇനി എനിക്ക് ജോലി ഉണ്ടല്ലോ, ജോലി ഉള്ളതുകൊണ്ട് ഞാൻ കുറച്ച് പൈസ കിട്ടാതെ എടുത്ത് വയ്ക്കും, അത്രയേ ഉള്ളൂ. അപ്പം ഞാൻ ചുമ്മാ നിങ്ങളൊരു അപ്ഡേറ്റ് ചെയ്യാൻ. ഇപ്പോൾ കൊല്ലത്തുണ്ട്, കൊല്ലം മെഡിസിൻ ഹോസ്പിറ്റലിൽ ഉണ്ട് ഞാൻ. ഇനി എന്നാണ് ഡിസ്ചാർജ് കാര്യങ്ങളൊന്നും അറിയത്തില്ല. പക്ഷെ 15-ാം തീയതി ഉച്ച കഴിഞ്ഞ് എനിക്ക് തിരിച്ചു പോകേണ്ട ഒരു സാഹചര്യത്തിലാണ്. വിഷമമുണ്ട്, അല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും. ചിലപ്പോൾ ഏട്ടനും മോനും കൂടെ നിൽക്കും, അല്ലാതെ പിന്നെ അച്ഛൻ്റെ കണ്ടീഷൻ അനുസരിച്ചിരിക്കും. എന്തായാലും ഒറ്റയ്ക്ക് ഇട്ടിട്ട് പോകുക എന്ന് പറയുന്നത് നമുക്ക് പ്രയാസമുള്ള കാര്യമാണ്. പക്ഷെ അങ്ങനെ ചെയ്യാതിരിക്കാൻ പറ്റാത്തൊരു സ്ഥിതി എന്ന് വെച്ചാൽ വേറെ ആരും ഇല്ലേന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊക്കെ ഒരുപാട് എക്സ്പ്ലനേഷൻസ് ഒക്കെ തരേണ്ടി വരും. അതും ഈ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നിന്ന് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. എല്ലാവർക്കും ഓരോരോ കാര്യങ്ങളാണ് വലുത്. ഈ പറയുന്ന എനിക്കും ഇങ്ങനെയൊക്കെ വിചാരിക്കാം, പക്ഷെ എനിക്കങ്ങനെ വിചാരിക്കാൻ പറ്റത്തില്ല. അങ്ങനെ വിചാരിക്കുന്ന ഒരാളുമല്ല ഞാൻ. ഒരിക്കലും അങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാൽ എനിക്ക് ജീവിതത്തിൽ എന്തൊക്കെ ഞാൻ നേടിയെന്ന് പറഞ്ഞാലും ഞാൻ നല്ലൊരു ഹാപ്പി എൻഡിങ് എൻ്റെ ജീവിതത്തിൽ കാണത്തില്ല, അതെനിക്കറിയാം. അതുപോലെ എൻ്റെ മനസ്സമാധാനം, ഞാൻ പറഞ്ഞു ഈ 3 പേരിലാണ് എൻ്റെ ജീവിതത്തിൻ്റെ സർക്കിൾ പോകുന്നത്. അപ്പോൾ ഇവർ 3 പേര് ഹാപ്പി ആണെങ്കിൽ ഞാൻ ഹാപ്പി എന്നുള്ള നിലയിലാണ്. ഈ 3 പേർക്ക് വേണ്ടി എന്ത് വേണമെങ്കിലും എൻ്റെ ജീവിതത്തിൽ ഞാൻ സാക്രിഫൈസ് ചെയ്യാൻ റെഡിയുമാണ്. അപ്പം ഇങ്ങനെ ഇരിക്കുകയാണ്. ഇപ്പോൾ ഹോസ്പിറ്റൽ വാസത്തിലാണ്. നിങ്ങൾക്കൊന്ന് അപ്ഡേറ്റ് ചെയ്യാൻ വന്നതാണ്. കുറേ നാളായി വീഡിയോസ് ഇടാനുള്ള സാഹചര്യമില്ല. പിന്നെ ക്ലാസ്സൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇന്നലെ ഹോസ്പിറ്റലിൽ ഇരുന്ന് ഇന്നലെ അച്ഛന് കുഴപ്പമൊന്നും ഇല്ലായിരുന്നല്ലോ. ഇന്ന് രാവിലെ സർജറിക്ക് കയറ്റിയത്. ഇന്നലെ കുറച്ച് നേരം ഇവിടുന്ന് എടുത്തു. ഇന്നിപ്പോൾ അച്ഛനെ ഇവിടെ ഇല്ലല്ലോ, ഇന്ന് നാളെ രാവിലെ കൊണ്ടുവരും. അപ്പോൾ ഇപ്പോൾ ഇവിടുന്ന് എടുക്കാമെന്നൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നു. പിന്നെ ഓരോ സാഹചര്യം അവിടുത്തെ പരിമിതികളും കാണും. സാരമില്ല, നമ്മളെല്ലാ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഒന്നുമല്ല. ഇതിപ്പം ഞാൻ അമ്മയും കൊണ്ട്, അമ്മ ഷുഗർ വന്നിട്ട് കാല് മുറിച്ചിട്ടുണ്ടായിരുന്നു. കാല് മുറിച്ച്
ഒരു വർഷം കഴിഞ്ഞിട്ടാണ് അമ്മ മരിക്കുന്നത്. അപ്പോൾ ആ സമയത്തൊക്കെ ഞാൻ അപ്പോൾ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ വെച്ചിട്ടാണ് അമ്മയുടെ കാല് മുറിച്ചത്. അന്ന് എനിക്കൊരു 18-19 വയസ്സ് അത്രേ ഉള്ളൂ. ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. ആ സമയത്തൊക്കെ ഞാൻ ഒരുപാട് നരകയാതന അനുഭവിച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ജീവിതത്തിൽ എനിക്ക് ഇച്ചിരി കൂടെ മനക്കരുത്ത് കിട്ടിയ ആ ഒരു കാഴ്ചകൾ കൊണ്ട്, എന്ന് വെച്ചാൽ അമ്മയുടെ കാല് മുറിക്കുന്നതിന് മുമ്പുള്ള ആ ഒരു സീനെന്നൊക്കെ പറയുന്നത്, ഒരു കൈ മുറിഞ്ഞിരുന്ന അങ്ങോട്ട് നോക്കത്തില്ലായിരുന്നു ഞാൻ. അതിനുള്ള മനക്കട്ടി പോലും ഇല്ലാത്തതാണ്. ആ എല്ല് തെളിഞ്ഞ കാല് ഞാൻ ക്ലീൻ ചെയ്യുമായിരുന്നു. നമുക്ക് എല്ലാം അമ്മയുടെ അത്രയും മുറിവ് വന്ന് ഷുഗറായിരുന്നു, നല്ല ഹൈ ഷുഗറൊക്കെ ആയിപ്പോയി. മരിക്കുമ്പോൾ 45 വയസ്സേ ഉള്ളായിരുന്നു. കാല് മുറിച്ചത് 44-43 വയസ്സിലാണ് കാല് മുറിക്കുന്നത്. മരിച്ചപ്പോൾ 45 വയസ്സെങ്ങാണ്ടേ ഉള്ളായിരുന്നു. അപ്പോൾ ഒരുപാട് പിന്നെ മെഡിക്കൽ കോളേജിൽ കടന്ന് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ആ ഒരു ഏജിലെന്ന് വെച്ച് കഴിഞ്ഞാൽ. പിന്നെ അവിടെ നിന്ന് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇപ്പം ബുദ്ധിമുട്ടും അങ്ങനെയൊന്നും പറയാനില്ല. ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ കടന്നു വന്നുകൊണ്ടൊരു മനക്കരുത്തുണ്ട്. എന്തായാലും അത്ര വലിയൊരു ഹെൽത്ത് ഇഷ്യൂ അല്ലല്ലോ ദൈവമേ കൊടുത്ത ഹെർണിയ എന്ന് പറയുന്നത്. അത്ര നമ്മൾ വെച്ചിരുന്ന് ഇത്രയും ഒരു കോംപ്ലിക്കേറ്റഡ് ആക്കി എന്നല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും ദൈവം സഹായിച്ചില്ല. അങ്ങനെ ഉണ്ടാകാതിരിക്കട്ടെ, അത്രയേ ഉള്ളൂ പറയാനായിട്ട്. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങളൊരു ചെറിയൊരു അപ്ഡേറ്റ് പോലെ ചെയ്തേ ഉള്ളൂ. ഓക്കെ, അപ്പം വിഷുവാണ്. എൻ്റെ വിഷുവൊക്കെ മിക്കവാറും ഹോസ്പിറ്റലിൽ തന്നെ ആയിരിക്കും. അല്ല, വിഷുവിൻ്റെ അന്നാണ് എനിക്ക് തിരിച്ചു പോകേണ്ടത്. തിരിച്ചു പോകാനുള്ള അല്ലാതെ വേറെ പ്രവേശനമായതുകൊണ്ട് നമുക്ക് അധികം ലീവും കാര്യങ്ങളും ഒന്നും പറ്റത്തില്ല. എല്ലാം കൂടെ മനപ്രയാസത്തിൽ ഇങ്ങനെ ഇരിക്കുക, വേറെ ആരും നോക്കാനില്ല. അങ്ങനെയൊക്കെയുള്ളൊരു മനപ്രയാസം. എന്തിനും സൊല്യൂഷൻ കണ്ടുപിടിച്ചിരിക്കും. ഓക്കെ, അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണാം. എത്രയും പെട്ടെന്ന് കാണാൻ പറ്റട്ടെ കേട്ടോ. ഓക്കെ, ബൈ.